ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് FC ബാഴ്സലോണ അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തിയത്. ആദ്യം ജൂലിയാനോ സിമിയോണിയിലൂടെ അത്ലറ്റിക്കോ ലീഡ് കണ്ടെത്തി. പക്ഷെ പിന്നീട് റാഷ്ഫോർഡ് തിരിച്ചടിച്ചു. എന്നിട്ട് മത്സരത്തിന്റെ അവസാനത്തിൽ റോബർട്ട് ലെവൻഡോസ്കി ഒരു ഗോൾ നേടുകയായിരുന്നു. അങ്ങനെയാണ് ഈ മത്സരത്തിൽ FC ബാഴ്സലോണ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിൽ യമാൽ മികച്ച പ്രകടനമാണ് നടത്തിയത്. പക്ഷെ മത്സരത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ല. ഹാൻസി ഫ്ലിക്കിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി കൊണ്ട് പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, ഹാൻസി ഫ്ലിക്ക് അക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തു. അതായത് ഇതൊരു വൈകാരികമായ മത്സരമായിരുന്നു, അതിന്റെ ഒരു ദേഷ്യത്തിലാണ് അങ്ങനെയൊക്കെ യമാൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഓക്കെയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. ബാഴ്സ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യമാൽ ഈ മത്സരത്തിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ഡ്രിബിൾ ചെയ്തു, അറ്റാക്ക് ചെയ്തു, പക്ഷെ അദ്ദേഹത്തിന് ഗോൾ നേടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കുറച്ച് ദേഷ്യത്തിലായിരുന്നു, കാരണം ഇതൊരു വൈകാരികമായ ഇമോഷണലായ മത്സരമായിരുന്നു. പക്ഷെ ഇതൊക്കെ നോർമലാണ്. ഡ്രസ്സിംഗ് റൂമിൽ ഇപ്പോൾ അദ്ദേഹം ഓക്കെയാണ്. ഇതാണ് യമാലിനെ കുറിച്ച് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ സമയത്ത് അദ്ദേഹം ദേഷ്യത്തിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഫ്ലിക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് യമാൽ നടത്തിയത്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 90 മിനിറ്റ് കളിച്ചു, 101 ടച്ചുകൾ, 5 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഓപ്പോസിഷൻ ബോക്സിൽ 14 ടച്ചുകൾ, 7 ഡ്രിബിളുകൾ പൂർത്തിയാക്കി. ഫൈനൽ തേർഡിലേക്ക് 6 പാസുകൾ നൽകി, 2 അക്യുറേറ്റ് ലോങ് ബോളുകൾ, 2 റിക്കവറികൾ, 10 ഗ്രൗണ്ട് ഡുവലുകൾ വിജയിച്ചു. ഇങ്ങനെയാണ് യമാലിന്റെ കണക്ക് വരുന്നത്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗോളുകൾ ഒന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അക്കാര്യത്തിലാണ് അദ്ദേഹം ഒരൽപ്പം നീരസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.